ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഭൂതാത്മാക്കളുടെ വ്യാജ ഉപദേശവും അത്ഭുതങ്ങളും അവർ ചെയ്യുന്ന അടയാളങ്ങളും അത് കാരണമായി തെറ്റിപ്പോകുന്ന ജനകോടികളുമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തെ വഞ്ചിക്കുന്നു. എന്താണ് ഈ തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ? മിസ്രൈമിലെ രണ്ടാമത്തെ ബാധയായിരുന്നു തവള. അതായത് യഹോവയാം ദൈവം മിസ്രൈമിൽ അയച്ച രണ്ടാമത്തെ ബാധ. ആ തവള കൂട്ടമായിട്ട് കയറി അവസാനം ചത്ത് ദുർഗന്ധം കൊണ്ട് മിസ്രൈമ്യർക്ക് സഹിക്കാൻ കഴിയാത്തവണ്ണം ആയിത്തീർന്നു. ശരിക്കും ഒരു ദൈവിക ന്യായവിധിയായിരുന്നു. എന്നാൽ മിസ്രൈമ്യരെ സംബന്ധിച്ചിടത്തോളം തവള അവർക്ക് ദൈവമായിരുന്നു. അപ്പം ഈ അന്ത്യകാലത്തും ഇതേ കാര്യം ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ 2 ഭാഗമായിട്ട് തിരിക്കുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 6-ാമത്തെ ദൂതൻ തൻ്റെ ക്രോധ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുകയും തന്നിമിത്തമായി തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തി അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ താലന്തോളം വലിപ്പമുള്ള വലിയ കല്ലുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വീഴുകയാണ്. ഇത് മിസ്രൈമിലെ 7-ാമത്തെ ബാധയുടെ ആവർത്തനമാണ്. ഈ ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നൊക്കെയുള്ള പഴയ നിയമ ചില പ്രമാണങ്ങളുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ദൈവദോഷികളായി മറ്റു പലതിനെയും ഇഷ്ടപ്പെട്ട് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് പോകുന്നവരെ ആകാശത്തു നിന്ന് കല്ല് വർഷിപ്പിച്ച് തൻ്റെ ന്യായവിധി ദൈവം വെളിപ്പെടുത്തുന്നുവെന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇത് വെറും ഒരു ക്ലാസ്സായിട്ട് എടുത്തു തീർക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ദൈവം തരുന്ന ആത്മീക ചിന്തകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വർധനവാന് കാരണമായി തീരണം. വെറുതെ നമ്മളിത് കേട്ടു പഠിച്ചു എന്നുള്ളതല്ല, നമ്മളത് മനസ്സിലാക്കാനും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇടയായി തീരട്ടെ. നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു 16-ാം അധ്യായത്തിൻ്റെ തന്നെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന 5 ക്രോധ കലശങ്ങൾ, അത് നിമിത്തമായിട്ട് മൃഗത്തിൻ്റെ സിംഹാസനത്തിന് മേലുള്ള ന്യായവിധി, മുദ്രയേറ്റവർക്കുണ്ടാകുന്ന ന്യായവിധി, ശുദ്ധജല സ്രോതസ്സിന് മേലും സമുദ്രജലത്തിൻ്റെ മേലുമൊക്കെയുള്ള ദൈവിക ന്യായവിധി, ഇതെല്ലാം നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ചിന്തിച്ചു. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി നിങ്ങൾ കാണുക. 666 എന്ന് പറയുന്ന മുദ്ര ഏറ്റവർക്കുണ്ടാകുന്ന മാരകമായ ദുർവ്രണവും അത് നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഫെയിലിയർ ആകുന്നതും കൂരിരുട്ടുണ്ടാകുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 16-ാം അധ്യായത്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 12-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ 6-ാമത്തവൻ തൻ്റെ ക്രോധകലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിനായിട്ട് അതിലെ വെള്ളം വറ്റിപ്പോയി. നമുക്ക് ഇത് ശരിക്കും ഹർമഗദോൻ യുദ്ധം, അതായത് മഹോപദ്രവത്തിൻ്റെ ഒടുവിൽ നടക്കുന്ന ഹർമഗദോൻ യുദ്ധത്തിലേക്കുള്ള ഒരു പോക്കാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിലത്തെ ഹർമഗദോൻ യുദ്ധത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കിഴക്കിൻ്റെ രാജാവ്, വടക്കിൻ്റെ രാജാവ്, അതുപോലെ തെക്കേ ദേശത്തെ രാജാവ്, ഇത്തരത്തിലുള്ള 4 വൻ ശക്തികൾ ഇസ്രായേലിനെതിരെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിച്ചു. അപ്പം അന്ന് നമ്മൾ പറഞ്ഞു വടക്കിൻ്റെ രാജാവ് എന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യമാണ്. അതിൻ്റെ അലയൻസുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അടുത്തത് ഒരു പശ്ചിമ സാമ്രാജ്യമുണ്ട്. അത് റോമൻ സാമ്രാജ്യം പുനരുദ്ധീകരിക്കപ്പെട്ട് അത് നിമിത്തമായിട്ടുള്ള ഈ ഒരു 10 കൊമ്പുകളിൽ നിന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് വരുന്ന കിഴക്കിൻ്റെ രാജ്യം ആരൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അന്നാണ് നമ്മൾ പറഞ്ഞത് ഈ കൊറിയൻ മംഗോളിയൻസ് അല്ലെങ്കിൽ ഈ കൊറിയ ഉൾപ്പെടുന്ന ആ ഭാഗങ്ങൾ, ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ ജപ്പാൻ, ഈ പറയുന്ന രാജ്യങ്ങൾ. അപ്പം ഈ പലരും ഇന്ത്യ ചേർത്ത് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ എല്ലാ കാലത്തും ചേരി നയം പിന്തുടരുന്നത് കൊണ്ട് ഇന്ത്യ അതിലുണ്ടാകുമോ എന്ന് നമുക്കൊരിക്കലും അറിയില്ല. പക്ഷേ ചൈന അതിൻ്റെ അകത്ത് ഇടപെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇങ്ങനെ ഈ 4 രാജ്യങ്ങൾ വരുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി തുറന്നു കൊടുക്കുവാനായിട്ടാണ് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നത്. യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമുക്കറിയാം സംസ്കാരങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ഒരു മടിത്തട്ടായി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കളിത്തൊട്ടിലായി ഒക്കെ മാറിയ ഒരു സ്ഥലങ്ങളൊക്കെ ഈ യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ്. നമുക്കറിയാം കൽദയ പട്ടണമായ ഊരും അതുപോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ, മെസപ്പൊട്ടോമിയ. അപ്പോൾ ഈ യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത് ഏകദേശം 2800 കിലോമീറ്റർ ഉള്ള തുർക്കിയിലൂടെ, സിറിയയിലൂടെ, ഇറാഖിലൂടെ ഇങ്ങനെ ഒഴുകി ആ പേർഷ്യൻ ഗൾഫിൽ അവസാനിക്കുന്ന ഒരു മഹാനദിയാണ് യൂഫ്രട്ടീസ് നദി. പക്ഷേ ഈ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഒരു പക്ഷേ സൂര്യൻ കടുത്ത ചൂട് നിമിത്തമായിട്ട്, അതിന് തൊട്ട് പിൻപിൽ നമ്മൾ കാണുന്നുണ്ട് സൂര്യനിൽ കലശം ഒഴിക്കുമ്പോൾ മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം കിട്ടിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ചൂട് കൊണ്ട് വറ്റി വരണ്ടതാകാനാണ് സാധ്യത. അതുമാത്രമല്ല അതിൽ ധാരാളം ഡാമുകൾ ഈ യൂഫ്രട്ടീസ് നദിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്, ധാരാളം ഡാമുകൾ. അതുപോലെ തന്നെ പ്രവാചകനായ യെശയ്യാവ് ഈ നദി വരണ്ടു പോകുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം യൂഫ്രട്ടീസ് നദിയിൽ ഏകദേശം 23 ഡാമുകൾ ആ നദിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് അല്ലെങ്കിൽ കടുത്ത ചൂട് കൊണ്ട് അന്നേരത്തെ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് അതിലെ വെള്ളം കുറയുകയും ഈ സൈനികർക്ക് കടന്നു പോകാനായിട്ടുള്ള വഴികൾ അതിലൂടെ ഒരുക്കപ്പെടുകയും ചെയ്യുമെന്ന് ന്യായമായി ചിന്തിക്കാം. അതവിടെ നിൽക്കട്ടെ. അടുത്തതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് തവളയെപ്പോലെയുള്ള ദുരാത്മാക്കൾ. തവളയാണെന്നല്ല, തവളയെപ്പോലുള്ള ദുരാത്മാക്കൾ. അത് 16-13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ഈ 3 തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന്, മൃഗത്തിൻ്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന്. അപ്പം നമുക്കറിയാം ഈ സാത്താന്യ തൃത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു തൃത്വം നമ്മൾ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതുപോലെ സാത്താനും കള്ളപ്രവാചകൻ, മൃഗം, മഹാസർപ്പം, ഇങ്ങനെയൊരു മൂന്ന് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇവരുടെ വായിൽ നിന്നാണ് തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ സ്വപ്നത്തിലെ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കുറേ മൃഗങ്ങളുടെ പേര് എന്നോട് ചോദിച്ചു. അതിനകത്ത് ചിലരൊക്കെ ചോദിച്ചാണ് ഈ തവളയെ സ്വപ്നം കാണുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ദാനിയേലിലും വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് മൃഗത്തിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ടാണ്. ഈ തവള എന്താണ്? ഈ തവളയുടെ പ്രത്യേകത, മിസ്രൈമ്യരെ സംബന്ധിച്ചിടത്തോളം തവള അവരുടെ സന്താനവർദ്ധനവിനെ പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഒരു ദൈവമായിരുന്നു. ആ ദൈവത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹെക്വറ്റ് എന്ന് പറയുന്ന പേരാണ്. ഹെക്വറ്റ് അതായത് നൈൽ നദിയിൽ വർഷം തോറും ഉണ്ടാകുന്ന പ്രളയത്തോടനുബന്ധിച്ച്, ഇസ്രയേലിലെ നദിയാണല്ലോ നൈല്,
ആ പ്രളയത്തോടനുബന്ധിച്ച് കൂട്ടം കൂട്ടമായി തവളകൾ കരയിലേക്ക് കയറുമായിരുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ തവളകളുടെ വർധനവെന്ന് പറയുന്നത് നൊടി നേരം കൊണ്ടാണ്, ഇല്ലേ? എനിക്ക് എൻ്റെ ബാല്യകാലങ്ങളിൽ ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ വയലിലൊക്കെ കളിക്കുമ്പോൾ അന്ന് ഈ വയലിൽ വെള്ളക്കെട്ടുകളൊക്കെയുണ്ട്. ഒരിക്കൽ മീനിൻ്റെ കുഞ്ഞു മീനാണെന്ന് കരുതി ഞങ്ങൾ ഈ തോർത്തുപയോഗിച്ച് ഈ മീനുകളെ പിടികൂടി ബക്കറ്റിലിട്ടു. 100 കണക്കിന് മീനുകളാണ്. ഇതിനെല്ലാം പിടിച്ച് കിട്ടുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ആവേശമാണ്. അതിനെല്ലാം ബക്കറ്റിലാക്കി എടുത്ത് മാറ്റി വെച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രായമുള്ളൊരു മനുഷ്യൻ വന്ന് പറയാം, മക്കളെ, ഇത് മീൻ കുഞ്ഞൊന്നുമല്ല, ഇത് തവളയുടെ കുഞ്ഞാണ്. അപ്പം എനിക്കപ്പം ആ ഒരു സമയം, ആ ഒരു ടൈം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 100 കണക്കിനാണ് ഇതിൻ്റെ പെരുകൽ അങ്ങനെയാണ്. അപ്പം ഈ നമ്മൾ പറയത്തില്ലേ, ഈ ഊത്തപിടുത്തം, ഈ പുതുമഴ പെയ്യുമ്പോൾ ഊത്ത കയറി വരുന്നത് ഒരു ആഘോഷമാകുന്നത് പോലെ നൈൽ നദിയിൽ തവളകളെ ദൈവമായിട്ടാണ് കണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ വ്യത്യസ്തമായ ഒത്തിരി ചിന്തകൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതായത് സ്ത്രീയുടെ ശരീരവും തവളയുടെ തലയുമൊക്കെ വെച്ചുള്ള ദൈവങ്ങൾ, മാലയിലും മോതിരങ്ങളിലുമൊക്കെ ഈ തവളയുടെ രൂപങ്ങൾ കുത്തിവെച്ച് കൊണ്ട് നടക്കുക, അതിനെ കൊണ്ടു നടന്നാൽ അതൊരു അനുഗ്രഹമാണ്, അതൊരു ഫെർട്ടിലിറ്റി, സന്താനവർദ്ധനവിന് കാരണമായി തീരുമെന്നൊക്കെ അവർ വിചാരിച്ചതിന് ദൈവിക പരിവേഷം കൊടുത്ത് അങ്ങനെയായിരുന്നപ്പോഴാണ് മിസ്രൈമിലെ 2ാമത്തെ ബാധയിൽ ഈ തവളകളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായത്. അതായത് ഇതെല്ലാം ചത്ത് ദുർഗന്ധം വമിച്ച് ജനത്തിന് ഇതൊരു ബാധയായി മാറി. നമുക്കറിയാം, ഇസ്രായേലിലെ ഈ 10 ബാധകളും ദൈവങ്ങളുടെ മേലുള്ള ന്യായവിധിയായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ നോക്കുമ്പം അതേ ഒരു കാലഘട്ടം നമുക്ക് ഈ അന്ത്യകാലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ തവളയ്ക്ക് മറ്റു ചില പ്രത്യേകതകളൂടെ ഉണ്ട്. ഇവിടെ തവളയുടെ വായും നാവും വ്യാജോപദേശമാണ്. അതായത് ഭൂതങ്ങളുടെ വ്യാജോപദേശം. ഈ ഉപദേശങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട്, അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ വശീകരിച്ച് അവരെ പറഞ്ഞ് തെറ്റിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ച് കൂട്ടിവരുത്തും. അതായത് അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ അന്ത്യകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അത്ഭുതങ്ങളാണ്. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നിടത്തേക്ക് ജനം ഓടുകയാണ്. പക്ഷേ മിക്ക അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കാണുന്നു എന്ന് പറയുന്നിടത്തും വചനത്തിൻ്റെ ഉപദേശങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നുള്ളതാണ് സത്യം. അതായത് ഏറ്റവും അധികം തെറ്റിലകപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് സാധാരണക്കാരായ വിശ്വാസികളാണ്. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്, അന്നാളിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേയില്ല. കണ്ടോ, അത്ഭുതം കാണും, പക്ഷെ പ്രവർത്തിക്കുന്നത് അധർമ്മമാണ്. അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒക്കെ കൗശല വാക്കുകൾ, ജനത്തെ വാണിഭമാക്കുന്ന ദ്രവ്യാഗ്രഹികൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ ആരെയും പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ പണവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആത്മീയതയും അടിയറവ് വെക്കരുത്. ചതിക്കപ്പെടരുത്. ഈ വ്യാജം അല്ലെങ്കിൽ ഈ ഭോഷ്ക്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇത് ചതിയാണെന്ന് ആദ്യം നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല. അതായത് നിങ്ങൾക്ക് 5 കോടിയുടെ 10 കോടിയുടെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ആദ്യം ഒരു 5000 അയക്കാൻ പറയും. അപ്പോൾ നമ്മൾ 5000 കൊടുത്താൽ മതിയല്ലോ, കിട്ടും. പണ്ട്, ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായി. പിന്നെ പറയും 10000 അയക്കാൻ പറയും. ഇപ്പോൾ 10000 കൊടുക്കും. 5 കോടിയുടെ അല്ലേ കിട്ടുന്നേ, അല്ലെ 50 ലക്ഷത്തിൻ്റെ അല്ലേ കിട്ടുന്നേ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ഒരു 25000 അയക്കാൻ പറയും. അന്നേരം അതും കൊടുക്കും, വിശ്വസിപ്പിക്കും. കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം പോയി. ഇപ്പോൾ വിളിച്ചവനും ഇല്ല, അറിഞ്ഞവനും ഇല്ല, ഗിഫ്റ്റും ഇല്ല, ഒന്നുമില്ല. ചതിയാണ്, വമ്പൻ ചതിയാണ്. ചതി ഒരിക്കലും അതിൻ്റെ ആരംഭത്തിൽ മനസ്സിലാകില്ല, കുറച്ച് കഴിയുമ്പോഴേ ഇത് മനസ്സിലാകത്തു. യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല. പക്ഷെ പലതും
ചതിയാണ്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ പേരിൽ ജനത്തെ ചതിക്കുന്നു. ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തുകൊണ്ട് വരും. തെറ്റിപ്പോകരുത്. യഥാർത്ഥമായ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ആ ആത്മാക്കളെ വിവേചിക്കാൻ നമുക്ക് പറ്റും. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ ലോകത്തിലെ ജനത്തെ മുഴുവനും വഞ്ചിക്കുകയാണ്. അവരെ, രാജാക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മഹാദൈവത്തിൻ്റെ ദിവസത്തിലേക്ക് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 4 വൻശക്തികളെ ഇസ്രായേലിനെതിരെ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തേക്ക് വ്യാജത്തോടെ, വഞ്ചനയോടെ ചതിച്ചുകൊണ്ട് മനോഹരമായ വാക്കുകളിലൂടെ, ഉപദേശങ്ങളിലൂടെ ബോഷ്ക് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതിനിടയ്ക്ക് ഒരു വാക്യമുണ്ട്, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ജാഗരിക്കുന്നവൻ ഭാഗ്യവാൻ. അതിൻ്റെ ഇടയ്ക്കും എത്രത്തോളം കരുതലും സൂക്ഷ്മതയും ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തത്, നമ്മൾ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, 7-മത്തവൻ തൻ്റെ ക്രോധകലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം സിംഹാസനത്തിൽ നിന്ന് വന്നു. സകലതും നിവൃത്തിയായി എന്ന് ക്രൂശിൽ തലചായ്ച്ചുകൊണ്ട് സംസാരിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, അതേ കർത്താവിൻ്റെ വാക്കുകൾ തന്നെയാകാം ഇപ്പോൾ സംഭവിച്ച് തീർന്നു എന്ന് പറയുന്ന ഒരു മഹാശബ്ദം. ആ മഹാശബ്ദത്തിന് അനന്തരമായി ആകാശത്തിൽ 7-മത്തവൻ തൻ്റെ കലശമൊഴിക്കുമ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണ്. ഈ ഭൂകമ്പം നിമിത്തം ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു മഹാനഗരം തകർന്നു പോകുന്നു, 3 അംശമായി പിരിയുന്നു. സകല ദ്വീപും ഓടിപ്പോകുന്നു, മലകൾ കാണാതെയാകുന്നു. താലന്തോളം ഘനമുള്ള വലിയ കല്ലുകൾ ആകാശത്ത് നിന്ന് വീണു. അപ്പം നമുക്കറിയാം, ഈ ഭൂമിക്ക് ഭീഷണിയായി നിൽക്കുന്ന ഉൽക്കകൾ, ഈ ആസ്റ്ററോയിഡ്സ്, അതിൻ്റെ അറ്റാക്കിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം താലന്തോളം ഘനമുള്ള കല്ലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ച് നാശങ്ങൾ ഉണ്ടാകുമ്പോൾ മിസ്രൈമിലെ 7-മത്തെ ബാധയുടെ ആവർത്തനമാണത്. അതായത് ഈ ദൈവ ദൂഷണം പറയുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അന്ത്യകാലത്തുള്ള ദൈവ ദൂഷകന്മാരെ ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് കല്ലെറിയുകയാണോ എന്ന് നമ്മൾ സംശയിക്കത്തക്ക നിലയിൽ വലിയ കല്ലുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നു. തീർച്ചയായിട്ടും ഉൽക്കാപതനം തന്നെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങൾക്ക് ഈ ഭൂമി സാക്ഷിയാകേണ്ടി വരും എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് ഈ കാര്യം നമുക്കറിയാം. ഭൂമിക്ക് ഭീഷണിയായിട്ടുള്ള ഉൽക്കകളെക്കുറിച്ചൊക്കെയുള്ള ധാരാളം വാർത്തകൾ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ വാർത്തകളെല്ലാം അവിടെ നിൽക്കട്ടെ, വചനം മാറ്റമില്ലാത്തതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബാധ ഇത്രത്തോളം ഭീകരമാകുമ്പോഴും മാനസാന്തരപ്പെടാൻ തയ്യാറാകാതെ ദൈവത്തെ ദൂഷിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പ്രിയമുള്ളവരെ, ചിലരങ്ങനെയാണല്ലോ, അടിക്കുന്തോറും പിന്മാറുന്നു, ഇല്ലേ? എത്ര പറഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ താല്പര്യപ്പെടാത്തവർ. പ്രിയമുള്ളവരെ, ഈ ഒരു 2 കാര്യങ്ങൾ, തവളയുടെ വ്യാജാത്മാക്കൾ, ബോഷ്കിൻ്റെ ആത്മാക്കൾ, ആകാശത്തു നിന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം നമുക്കൊന്നിച്ചു ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയോട് അടുത്ത് വരും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന്
ദൈവമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. പിന്നെയോ സത്യവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിർമ്മലതയോടും വിശുദ്ധിയോടുമുള്ള ജീവിതം നയിപ്പാൻ, അങ്ങയുടെ സന്നിധിയിൽ താണിരിപ്പാൻ, അങ്ങയുടെ വരവിനായി കാത്ത് പ്രത്യാശയോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ലോകത്തെയും പാപത്തെയും ഒക്കെ തിരിച്ചറിയുവാൻ, വ്യാജാത്മക്കളെ തിരിച്ചറിയുവാൻ ആത്മീക വെളിപ്പാടുള്ളവരായി, കർത്താവെ ആത്മീക കാഴ്ചപ്പാടുള്ളവരായി, ഭോഷ്കിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ, വ്യാജത്തിൻ്റെ ചതിയിൽ വീണു പോകാതെ, യേശു ക്രിസ്തു വന്ന മണവാളന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സാത്താനൻ താൻ വിളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഞങ്ങൾ കാണുമ്പോൾ, കർത്താവെ, ആമേൻ, എല്ലാം വിശ്വസിക്കാതെ ആമേൻ വിവേചിപ്പാൻ, എല്ലാ ആത്മാക്കളും ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഒന്നിച്ചനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.